Amen.
Say
Nathaniel
Amen.
ജീവനായ നമ്മോട് കർത്താവിന്റെ ആദികാലം
ഞങ്ങളുടെ മാതാപിതാക്കന്മാർ സഹായിക്കുന്ന സ്ത്രീകളുടെ സഹോദരങ്ങളെ പുരോഹിതന്മാരെ Bye.
പറിച്ച് കളഞ്ഞ് വളർന്ന് നനച്ച് ഇളച്ച് വളർത്തിയെടുത്ത പിതാക്കന്മാരായ ഗുരുവായൂരിലെ ഗുരുവായൂരിലെയോ വാസേയോ സ്ത്രീയോയോ നാം എഴുതുന്നത്. അവര് സഭയെ വേദനീയങ്ങളാണ് കളകളെ പറിച്ചു കളഞ്ഞ് അവരുടെ ഉപദേശത്താലും പ്രാർത്ഥനയാലും അവർ സഭയെ നട്ട് നനച്ച് വളർത്തിയെടുത്തവരായ. അതുകൊണ്ടാണ് നാം ഇന്നും നമസ്കാരത്തിന് ശേഷം ഉന്നതപ്പെട്ടവരായ പിതാക്കന്മാർ. ഈ പിതാക്കന്മാർ ദയവായ ജീവിതത്തിൽ ഏറ്റവും സഹിഷ്ണുതയോട് ജീവിച്ചവരും മാതൃകയുമായി ദൈവമാണെന്ന് പ്രഖ്യാപിക്കുന്നതായ പിതാക്കന്മാരായിരുന്നു. ആ അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ പിതാക്കന്മാരുടെ ഓർമ്മ ദിവസമാണ് നമ്മുടെ ഈ വലിയ ദിവസം. മൂന്നാമതായി ആണ്ടാരംഭമാണ്. ഒരു വർഷത്തിന്റെ ആരംഭമാണ് ആണ്ടാരംഭ പെരുന്നാൾ. ഒരു യഹൂദന്മാരെ സംബന്ധിച്ച് ഒരു വലിയ പെരുന്നാളാണ്. പുതിയ സഭയിൽ ആണ്ടാരംഭം നൽകുന്നതാണ്. ഔദാശികപ്രകാരം വർഷാരംഭം നൽകുമ്പോൾ ജൂലിയൻ കാലം മാറി ഗ്രിഗോറിയൻ കാലം വന്നപ്പോൾ ജാനുവരി 1 ആണ്ടാരംഭം നൽകുന്ന രീതിയിലേക്ക് അങ്ങനെ ആണ്ടാരംഭം നൽകുന്നതായ ദിവസവും ആണ്. ഇത്രമാത്രം ശ്രേഷ്ഠമായ 3 കാര്യങ്ങളിൽ ഉൾപ്പെട്ടതായ ഒരു അലങ്കരിക്കപ്പെട്ടതായ ഒരു വലിയ ദിവസമാണ്. ഒരു ന്യൂഇയർ വളരെ ചിന്തിക്കുന്നതിനോ ആഘോഷിക്കുന്നതിനോ അല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ മറ്റൊരു കാര്യം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആണ്ടാരംഭത്തിൽ അവൻ 2 കാര്യങ്ങൾ ചിന്തയുണ്ടായി. ഒരു നാണയത്തിന് 2 വശങ്ങൾ പറയുന്നു. ഒന്ന്, കഴിഞ്ഞ കാലഘട്ടത്തെ കുറിച്ച് ഒരു പുനർചിന്തനം നടത്തുന്നതാണ്. കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ വർഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമകരവും ദുഃഖകരവുമായ അവസ്ഥകളായി. ഒന്ന്, മഹാരോഗം കോവിഡ് പകർന്നു പിടിച്ച് അനേകം നമ്മുടെ ഇടയിൽ നിന്ന് കടന്നുപോയി. ആരെയും സഹായിക്കാൻ പറ്റാത്തതും ആരെയും അടുക്കൽ എതിർപ്രാവശ്യത്തെ അടുത്തുകയും കാണാൻ പറ്റാത്തതുമായ അവസ്ഥയായിട്ട് കടന്നുപോയി. അവരുടെ അനേക ലക്ഷങ്ങൾ കടന്നുപോയി ലോകത്തിൽ നിന്ന്. അതുപോലെ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ അടിമകളായി ഇസ്രായേൽക്കാരായിരുന്നു പറയുമ്പോൾ അവസ്ഥയെ നാം കടന്നുപോയി. ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം ദേവാലയങ്ങളിൽ പിടിച്ചിടപെട്ട് ദേവാലയങ്ങൾ നമുക്ക് വെടിയെറിക്കുവാൻ സ്ഥലങ്ങളില്ലാതെ, നിദ്രപ്രാപിച്ചവരാകാൻ സ്ഥലങ്ങളില്ലാതെ, എല്ലാവരുടെയും മുമ്പിൽ പരിഹാസപാത്രമായി തീർന്ന വലിയ അവസ്ഥയിൽ നമുക്ക് സംജാതമായി. കഴിഞ്ഞ കാലങ്ങളെ നാം നോക്കുമ്പോൾ ഇങ്ങനെ ഒത്തിരി കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും നമുക്കിപ്പോൾ ഉണ്ടായി. കോടികൾ മുടങ്ങിയതെല്ലാം നഷ്ടമാകുന്ന അവസ്ഥ വന്നു. കോടികൾ അവസ്ഥയായി പല ധനവാന്മാരും നമ്മുടെ സഹോദരന്മാരും വേഗം എതിർപ്രാപിച്ച പ്രതിസന്ധിയിലേക്കാണ് കോവിഡ് പിടിച്ചത്. അങ്ങനെ ഒത്തിരി ദുഃഖങ്ങളുണ്ടായി. എന്നിരുന്നാൽ തന്നെയും നാളെ ഒരു വശമാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് ഇതെല്ലാം സംഭവിച്ചെങ്കിലും ദൈവം നമുക്ക് ചെയ്തു തന്ന അനേകം നന്മകളുണ്ട്. നമുക്ക് വീടുമായി സംഭവിക്കുന്നു. ഈ ലോകത്തിൽ നിന്നെല്ലാം വിമുക്തമാക്കി നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കാണുന്ന പൊതുജനത്തിന്റെയും മറ്റുള്ളവരുടെയും ഹൃദയം നമ്മളോട് അനുകൂലമാക്കുന്ന ദൈവം അതുപോലെ അനേകം നന്മകൾ ചെയ്യുന്നു. അതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഈ 2 കാര്യമാണ് നാണയത്തിന്റെ
വിശുദ്ധവാരങ്ങളും എല്ലാം കൃത്യമായി ആചരിക്കുന്നതിന് അനുഷ്ഠിക്കുന്നതിന് ദൈവം വലിയ ഭാഗ്യം തരുന്നതിലവരായി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇന്നലെ നാലാമതായി മുഴുവൻ സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത്. തമ്മിലുള്ള സ്നേഹം. കർത്താവ് പറയാനാണ്, നിങ്ങളെ ദാസന്മാരെ വിളിക്കുന്നില്ല. ദാസൻ എന്ന് വിളിച്ചാൽ അവിടെ യജമാനനുണ്ടെന്നാണ്. ഞാൻ നിങ്ങളെ സ്നേഹിതരെന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞ കർത്താവിനെ അതിന്റെ സ്നേഹത്തെ കുറിച്ച് കർത്താവിനോട് പറയുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ നാളത്തെ ദിവസം നമുക്കുണ്ടോ എന്നോ 2022 ന്യൂ ഇയർ കാണുമെന്ന് പറയാൻ സാധ്യമല്ലാത്തതിനാൽ ജീവിക്കുന്ന കാലയളവിൽ പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും എല്ലാവരോടും നിർമ്മലമായ ഹൃദയത്തിന്റെ ഉടമയായിരുന്ന് സ്നേഹിക്കണം. അല്ലാതെ കപടമായ സ്നേഹമാണ്. ാട്ടിന്റെയും നിർമ്മല മനസ്സിന്റെയും ശുദ്ധമുള്ള കൈയുടെയും ഉദാഹരണമായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനും കരുതുന്നതിനും നാം ഇടയാക്കുക. എങ്കിലും മാത്രമേ നാം ഈ ലോകത്ത് കടന്നുപോയാലും മറ്റുള്ളവരുടെ പ്രാർത്ഥനകളിൽ നാം സ്മരിക്കപ്പെടുകയുള്ളൂ, ഓർക്കപ്പെടുകയുള്ളൂ. ഇന്നത്തെ പറയുന്നത് അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടായിരിക്കണം. പ്രാർത്ഥനകളുടെ ചേരാറുകൾ സമർപ്പിക്കുമ്പോൾ സമർപ്പിക്കുമ്പോൾ കഴിഞ്ഞ കാലത്ത് പ്രയാസങ്ങളെല്ലാം അതുപോലെ ദൈവം നന്ദി നോക്കണം. ഈ വർഷം അനുഗ്രഹമായ പ്രാർത്ഥിക്കണം. സെൽഫിഷ് മെന്റാലിറ്റിയാണ് എനിക്കും എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നത്. അതുപോലെ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പട്ടക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അയൽവക്കങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥന അനുഭവത്തിൽ ക്രിസ്തുവിൽ ഐക്യപ്പെടണം. ഐക്യതയായി അത് ഉണ്ടാകാനായിട്ട് ശ്രദ്ധിക്കണം. ഈ പുതുവർഷം, ഈ വർഷം അനുഗ്രഹപ്രദമായിട്ട് 2022 ജനുവരിയിലേക്ക് പ്രവേശിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഈ വർഷം നമുക്ക് തീർക്കാനായിട്ട് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ വലിയ കൃപയായിട്ട് സദാ എല്ലാവരും വർഷമാകട്ടെ. ഇന്നത്തെ പ്രാർത്ഥനയെക്കുറിച്ച് ഹൃസ്വമായ രീതിയിൽ നമ്മോട് സംസാരിച്ചു. പ്രാർത്ഥന രാവിലെ ചേരാറുന്ന ഓർമ്മ വളരെ മനോഹരമായ സന്ദേശത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം പ്രതിസന്ധികളും ലോകത്തെ വഹിക്കുന്നതോടൊപ്പം പരിശുദ്ധ സഭയ്ക്കും ഏറെ പ്രയാസങ്ങളും പ്രതിസന്ധികളുണ്ടായ വർഷമാണ്. വരുന്ന വർഷങ്ങളിൽ ദൈവത്തിന്റെ ആശ്വാസങ്ങളും സന്തോഷത്തിന്റെ നിലനിൽപ്പിനെ പ്രതീക്ഷയുടെ സുഖമായി ദൈവം ഇടവരത്തെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഇന്ന് ഭാര്യയെ സംബന്ധിക്കുമ്പോൾ ഇടവകയിലുള്ള ഇവിടെയുള്ള ഒരു വിദേശത്ത് എല്ലാവർക്കുമായി ഒരു നല്ല ആശംസയുടെ എല്ലാവർക്കും പുതുവർഷ ആശംസ ചെയ്യുന്നത്. അതോടൊപ്പം നമ്മുടെ അടുത്ത നാളുകളിൽ പ്രതീക്ഷ പ്രകാശിക്കുന്ന പല സംസ്ഥാനങ്ങളിലും കൂടിക്കാഴ്ചകൾ പ്രത്യേകിച്ചും കേരള ഗവൺമെന്റ് നമ്മുടെ പരിശുദ്ധ സംസ്ഥാനങ്ങൾ നടത്തുന്ന സമയവും ഈ പ്രതിസന്ധി തീർക്കുന്നതിന് വേണ്ടി നടത്തുന്ന
തീരുമാനമാണ് നമ്മുടെ ഗവൺമെൻറ് തീരുമാനങ്ങൾ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാവരും പിന്തുണ അറിയിക്കുകയും ചെയ്യുന്നു. ഇത് വിശുദ്ധ കുർബാനമായിട്ട് പ്രാർത്ഥിക്കുകയും കുർബാനയിൽ ഒരുപാട് സമർപ്പിക്കുന്നു. ജനജനങ്ങളെല്ലാം എല്ലാവരും ആശംസകളും ആശംസകൾ നേരുകയും ചെയ്യും. കുർബാന അർപ്പിച്ചതിനെ മാനസികമായ ഈ സ്നേഹവും അറിയിക്കുന്നു. ഒക്കെ അറിയാമല്ലോ. എല്ലാ പുതുവർഷ ആശംസകളും Oh